എൻ്റെ ഹെയർ നല്ല കേൾസ് ഉള്ളതുകൊണ്ട് കണ്ടോ, ഇവിടെയൊക്കെ നല്ല കേളി ഹെയർ ആണ്. ഇത് നമുക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. നമ്മളെ പാർലറിലൊക്കെ പോയി ചെയ്യുന്ന അത്ര തന്നെ അല്ലെങ്കിലും അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ലിവ് വിത്ത് സജാസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഡൈസൺ യൂസ് ചെയ്തിട്ട് ഹെയർ എങ്ങനെ സെറ്റ് ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു റിവ്യൂ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൺബോക്സിംഗ് വീഡിയോ ഇതിനു മുന്നേ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ആയിട്ട് തന്നെ ഒരു അൺബോക്സിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതൊന്ന് പോയി കാണുക. ഓറൽസ് ഐ വിൽ ജസ്റ്റ് ടാഗ് ഇറ്റ് അബൌ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ മുടി നിങ്ങൾക്ക് കാണാം. എൻ്റെ ഹെയറിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് ആക്ച്വലി എൻ്റെ ഹെയർ നല്ല ഒരു കേളി ഹെയർ ആണ്. ബട്ട് ഇപ്പോൾ ഒരു ഞാൻ കുറച്ച് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്തതിന് ശേഷം കേളും സ്ട്രെയിറ്റും വല്ലാത്തൊരു അവസ്ഥയിലാണ് എൻ്റെ ഹെയർ ഉള്ളത്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ കേളി ഹെയർ. നമ്മൾ കേൾസ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കേളി ആയിട്ട് പോകുന്ന ഒരു ഹെയർ ആണ് എൻ്റെ ഇത്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെയറിൽ പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെൻറ്റ്സും ചെയ്യാതിരിക്കുന്നതാണ് നമ്മുടെ ഹെയറിൻ്റെ ലോങ് ലൈഫിനും ഒക്കെ നല്ലത്. അപ്പോൾ ഞാൻ യൂഷ്വലി അങ്ങനെ ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും അതിനുശേഷം നല്ല ഹെയർ ഫോൾ വന്നതിന് ശേഷം ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും ചെയ്യാറില്ല. ഓക്കെ, ലെറ്റ് മീ ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് തിങ്. ആദ്യം നമ്മൾ ഡൈസൺ ഹെയർ ഡ്രയർ യൂസ് ചെയ്യുമ്പോൾ ആദ്യം ഒന്ന് ഹെയർ ചെറുതായിട്ടൊന്ന് വെറ്റ് ആയിരിക്കണം. ഡ്രൈ ഹെയറിൽ ചെയ്യുന്നതിനേക്കാളും നല്ലത് കുറച്ച് വെറ്റ് ആയിട്ടുള്ള ഹെയറിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സോ ഞാനൊന്ന് ഹെയർ ഒന്ന് നോർമൽ വാട്ടർ വെച്ച് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ദെൻ വി ഹാവ് ദിസ് ഹെയർ ഡ്രയർ. ഇത് നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഡ്രയർ ഉണ്ട്, വേണമെങ്കിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാം. ബട്ട് റൈറ്റ് നൗ ഐ ഡോണ്ട് തിങ്ക് എനിക്കതിൻ്റെ ആവശ്യമുണ്ടെന്ന് ഇപ്പോൾ തോന്നുന്നില്ല. അത്ര ഡ്രൈ അല്ല എൻ്റെ ഹെയർ, വെറ്റ് അല്ല എൻ്റെ ഹെയർ. അപ്പം ഞാനത് യൂസ് ചെയ്യുന്നില്ല. ബട്ട് ദിസ് ഇസ് എ വെരി ഗുഡ് ടൂൾ ടു ഡ്രൈ. നമുക്കിതൊരു ഡ്രയറിൻ്റെ തന്നെ എഫക്റ്റ് വരില്ല, ഡ്രൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണിത്. ദെൻ അപ്പോൾ ഇതിൻ്റെ ഒരു സ്മൂത്ത് ബ്രഷ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഈ സ്മൂത്ത് ബ്രഷ് വെച്ചിട്ട് യു ക്യാൻ സീ ഈ ഹെയറിനെ ഒന്ന് ആദ്യം നമുക്കൊന്ന് സ്ട്രെയിറ്റ് ചെയ്യാം. ഞാൻ ഈ സ്മൂത്തറിങ് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്ട്രെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ടൂള് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് പാർലറിലൊന്നും പോവാതെ തന്നെ നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നവർക്കാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷന് പോകുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറേ നാൾ ഇങ്ങനെ വാങ്ങണം ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നത് ചൈനയിൽ ലഭിച്ച ഒരു പ്രോഡക്റ്റാണിത്. എൻ്റെ ഹെയർ നല്ല കേൾസ് ഉള്ളതുകൊണ്ട് കണ്ടോ, ഇവിടെയൊക്കെ നല്ല കേളി ഹെയർ ആണ്. അപ്പം നമുക്ക് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഡൈസൻ്റെ തന്നെ ഒരു അയൺ മെഷീൻ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള നോർമൽ അയൺ മെഷീൻ വെച്ച് ഒന്ന് നന്നായി അയൺ ചെയ്തതിന് ശേഷം ഈ ഒരു സ്മൂത്തനിങ് ബ്രഷ് വെച്ച് ബ്രഷ് ചെയ്താൽ ശരിക്കും നമുക്ക് നല്ലൊരു സ്ട്രെയിറ്റ് ഹെയർ കിട്ടും കേട്ടോ. ബിക്കോസ് ദിസ് ഇസ് നല്ല ഹെയർ ഫോൾ ആണ്. ദിസ് ഇസ് നോട്ട് നമുക്ക് കംപ്ലീറ്റ്ലി നല്ല കേളി ഹെയർസിനെ സ്ട്രെയിറ്റ് ആക്കാൻ പറ്റുന്ന ഒരു ഇതല്ല. ബട്ട് അത്യാവശ്യം നമുക്ക് ആ ഫിറ്റൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് സ്ട്രെയിറ്റ് ചെയ്യാമെന്നുള്ളത്. അപ്പം നമുക്ക് നെക്സ്റ്റ് ടൂള് സെറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ ബാക്കിൽ ഒരു ലോക്ക് ആൻഡ് അൺലോക്ക് ക്ലിപ്പ് ഉണ്ട്. അപ്പോൾ അൺലോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വേറൊരു ടൂൾ യൂസ് ചെയ്യാം. ഇത് കുറച്ചും കൂടെ നമ്മുടെ ഹെയർ ഒന്ന് വോളിയമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്രഷാണ്. ഇത് നമ്മൾ ഓൾറെഡി ഇതിൽ തന്നെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ലോക്ക് വീണോളും. ബട്ട് അൺലോക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഇതിലൊരു ബട്ടൺ ഉണ്ട്, അതിൽ ലോക്ക് ആൻഡ് അൺലോക്ക് ബട്ടൺ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ചെയ്യാം.
ഇങ്ങനെ ബാക്ക് കോം ചെയ്ത് കൊടുക്കാം. ഇപ്പൊ കുറച്ച് കണ്ടോ ഹെയറിന്റെ ടെക്സ്ചർ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. നമ്മുടെ ആ കേൾസ് ഒക്കെ ഒന്ന് പോയി കുറച്ച് ഷേപ്പായി വരുന്നുണ്ട്. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് മെയിനായിട്ട് തോന്നിയ കാര്യം, നമുക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നമുക്ക് പാർലറിലൊക്കെ പോയി നല്ല ഹാർഷായിട്ടുള്ള ഹീറ്റ് കൊടുക്കുന്നതിനേക്കാളും ദെൻ വൺ മോർ തിങ്, ലൈക്ക് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു സ്പ്രേ ആദ്യം ചെയ്തിട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നന്നായി ഹീറ്റൊക്കെ കൊടുക്കുന്നതിന് മുന്നേ പാർലറിൽ പോകുമ്പോൾ അറിയില്ല, നല്ല ഹീറ്റൊക്കെ കൊടുത്തിട്ടാണ് അവർ ചെയ്യാറുള്ളത്. അത് വെച്ച് കമ്പാരിറ്റീവ്ലി നമുക്ക് ഇങ്ങനെയുള്ള ഈ ഡൈസൺ യൂസ് ചെയ്യുമ്പോൾ അത്രത്തോളം ഹീറ്റ് നമുക്ക് ഹെയറിലോട്ട് വരത്തില്ല. അപ്പം ഹെയർ ഫോളും കുറയ്ക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഹെയർ സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. ഞാനിത് പഠിച്ച് വരുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ നന്നായി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് നമുക്ക് കുറച്ചൊന്ന് യൂസർ ഫ്രണ്ട്ലി ആവത്തുള്ളൂ. ബിക്കോസ് ദിസ് ഇസ് മൈ ഫസ്റ്റ് ടൈം. ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. സോ അതിൻ്റെതായിട്ടുള്ള കൂടുതൽ കുറവുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഞാൻ ഇതിൽ ആദ്യം നമ്മുടെ ലോങ് ബാരൽസ് ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ലോങ് ഹെയർസിന് ലോങ് ബാരൽസും ഷോർട്ട് ഹെയർസിന് ഷോർട്ട് ബാരൽസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ലോങ് ബാരൽസ് ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്. നമുക്കപ്പോൾ കേളിങ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഒരു 15 seconds നമ്മൾ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ പിടിക്കാം. പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല കേൾസ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാ വരുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, കുറച്ച് പാടുണ്ട്, എന്നാലും നമ്മൾ വിചാരിക്കുന്ന അത്ര പാടില്ല. കണ്ടോ, നമ്മളെ പാർലറിലൊക്കെ പോയി ചെയ്യുന്ന അത്ര തന്നെ അല്ലെങ്കിലും അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇതിൽ നമുക്ക് നോബ് ട്വിസ്റ്റ് ചെയ്യണം. ലെഫ്റ്റിനും റൈറ്റിലേക്കും ചെയ്യുമ്പോൾ രണ്ട് സൈഡിലേക്ക് ചെയ്യാനായിട്ട് ഇവിടെ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അത് മേളിൽ ഇത് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മാറ്റാൻ പറ്റും. കുറച്ചായിട്ട് നമ്മൾ പാർട്ടീഷൻസ് എടുത്ത് ചെയ്യണം. ഇതിൽ ഞാൻ നല്ലൊരു എക്സ്പേർട്ട് ആയിട്ട് നിങ്ങൾക്ക് നല്ലൊരു വീഡിയോ ചെയ്യും. ബട്ട് ഐ വോണ്ട് ടു ഗിവ് യു എ ജെന്യുവൻ റിവ്യൂ. അതുകൊണ്ടാണ് ഞാനിത് അങ്ങനെ തന്നെ റോ ആയിട്ട് ഞാൻ എന്താണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ആ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നമുക്ക് കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ പണിയാണ്. ഇത്രയും നേരം ഒരു കുഴപ്പമില്ലായിരുന്നു. എഗൈൻ ഇറ്റ് സ്റ്റാർട്ടഡ്. കുറച്ച് മുടി കൂടുതലാണ്, എന്നാലും നമുക്ക് നോക്കാം. അത്രയും മുടി എടുക്കണ്ടായിരുന്നു. കുറച്ച് ലെയേഴ്സ് ആയിട്ട് എടുക്കണമായിരുന്നു. ഇതിനൊരു ഹീറ്റ് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് കുറച്ച് ചെറിയൊരു ഹീറ്റ് നമ്മുടെ ഫേസിലേക്ക് ഇങ്ങനെ അടിക്കുന്നുണ്ട്. ഓരോ സെഷൻ ബൈ സെഷനായിട്ട് ആക്ച്വലി നമുക്കിത് ഹെൽപ്പ് ചെയ്യാൻ ഒരാളുകൂടി ഉണ്ടെങ്കിൽ ഈസിയാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് എന്നിരുന്നാൽ കൂടിയും
നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഞാൻ ആ ക്ലിപ്പ് ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചെയ്യാനുള്ളത്. നമുക്ക് ആ ഹെയർസ് ഓരോന്നായിട്ട് സെക്ഷൻ ബൈ സെക്ഷൻ എടുത്തിട്ട് ചെയ്താൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. കുറച്ചൊന്ന് വെറ്റാക്കി കൊടുക്കണം. ഇതിന്റെ ഹെയർ നല്ല ഡ്രൈ ആയിരിക്കുകയാണ്. ആ ഒരു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ചെയ്യുന്ന ആ നോബ് ചെയ്യുന്ന ആ ഒരു ടെക്നിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് അത് ചെയ്യാൻ. ഇത്രയും ഹെയർ എടുക്കരുതായിരുന്നു, കുറച്ച് ഹെയർ എടുക്കാവും. സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് അറ്റംപ്റ്റ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഡൈസൺ യൂസ് ചെയ്തിട്ട് എൻ്റെ ഹെയർ ഭയങ്കര സൂപ്പറാണെന്നൊന്നും പറയുന്നില്ല, ബട്ട് സ്റ്റിൽ ദ പ്രോഡക്റ്റ് ഇസ് റിയലി ഗുഡ്. ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഉണ്ട്, ചെറിയ പോരായ്മകളൊക്കെ വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഈ പ്രോഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ, അത് നമ്മൾ യൂസ് ചെയ്ത് എന്ത് പ്രോഡക്റ്റ് നമ്മൾ വാങ്ങുമ്പോൾ ആ ഒരു ടൂൾ യൂസ് ചെയ്ത് യൂസർ ഫ്രണ്ട്ലി ആയി കഴിഞ്ഞാൽ ഐ ഫീൽ ലൈക്ക് ഇറ്റ് ഈസ് റിയലി ഹെൽപ്ഫുൾ ഫോർ us. അപ്പോൾ ഫോർ മീ ഇറ്റ് ഈസ് ലൈക്ക് വർത്ത് ദ മണി ആണോ എന്ന് ചോദിച്ചാൽ ഐ ഫീൽ ലൈക്ക് ഇറ്റ് ഈസ് 100% വർത്ത്. ബിക്കോസ് ഞാൻ ഇപ്പോഴും പഠിച്ചിട്ടില്ല. ഞാൻ ഇതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ സെക്ഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ആൻഡ് ഇനിയും ഞാനിത് യൂസ് ചെയ്ത് കുറച്ചും കൂടെ പ്രൊഫഷണലായിട്ട് നിങ്ങളുടെ മുന്നേ നല്ലൊരു വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. ദിസ് ഈസ് മൈ ഫസ്റ്റ് റിവ്യൂ ആൻഡ് താങ്ക് യു ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. Please do share with your friends and family. Good day to everyone.